ഹലോ ഓൾ, നമുക്കിന്ന് കേരളത്തിലെ കായലുകളെക്കുറിച്ച് പഠിക്കാം. അപ്പോൾ ഇത് പാർട്ട് 1 ആണ്. കായലുകളുടെ ബേസിക്സും അതുപോലെ തന്നെ ഒരു വലിയ കായലുമാണ് നമ്മളിതിലെടുത്ത് പഠിക്കുന്നത്. ആദ്യമായിട്ട് നമ്മുടെ കേരളത്തിൽ മൊത്തം 34 കായലുകളാണ് ഉള്ളത്. അതായത് കായലുകളുടെ എണ്ണം 34ആണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായലാണ്. കേരളത്തിലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ കായൽ അഷ്ടമുടി കായലാണ്. കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ കായൽ അഷ്ടമുടി കായലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്ന് പറയുന്നത് ശാസ്താംകോട്ട കായലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ടയാണ്. അടുത്തത് കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കായൽ ഉപ്പള കായലാണ്. കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കായൽ ഉപ്പള കായലാണ്. കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള കായൽ വേളി കായലാണ്. കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള കായൽ വേളി കായലാണ്. കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ശുദ്ധജല തടാകം പൂക്കോട് തടാകമാണ്. കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ശുദ്ധജല തടാകം പൂക്കോട് തടാകമാണ്. കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ശുദ്ധജല തടാകം വെള്ളായണി കായലാണ്. വെള്ളായണി കായൽ. അപ്പോൾ ഇത്രയും പഠിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് കേരളത്തിൽ മൊത്തം 34 കായലുകളാണുള്ളത്. അതിൽ ഏറ്റവും വലിയ കായലെന്ന് പറയുന്നത് വേമ്പനാട്ട് കായലാണ്. രണ്ടാമത്തെ സ്ഥാനം കൊടുക്കുന്നത് അഷ്ടമുടി കായലിനാണ്. പിന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്ന് പറയുന്നത് ശാസ്താംകോട്ട കായലാണ്. ഇനി കേരളം ഭൂപടം എടുക്കുന്ന സമയത്ത് കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള കായലെന്ന് പറയുന്നത് ഉപ്പള കായലാണ്. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള കായലെന്ന് പറയുന്നത് വേളി കായലാണ്. ഇനി അതുപോലെ തന്നെ കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള ശുദ്ധജല തടാകം എന്ന് പറയുന്നത് പൂക്കോട് തടാകമാണ്. കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ശുദ്ധജല തടാകം എന്ന് പറയുന്നത് വെള്ളായണി തടാകമാണ്. ഇനി നമ്മൾ കേരളത്തിൻ്റെ ഏറ്റവും വലിയ തടാകമായിട്ടുള്ള വേമ്പനാട്ട് കായലിനെ നമ്മളെടുത്ത് പഠിക്കാൻ പോവാണ്. വേമ്പനാട്ട് കായലിൻ്റെ നീളം എന്ന് പറയുന്നത് മൊത്തം നീളം എന്ന് പറയുന്നത് 96 കിലോമീറ്ററാണ്. 96 കിലോമീറ്ററാണ് വേമ്പനാട്ട് കായലിൻ്റെ നീളം എന്ന് പറയുന്നത്. ഇത് കേരളത്തിലെ തന്നെ വലുതും അതുപോലെ തന്നെ വളരെയധികം നീളമേറിയ കായലാണ് വേമ്പനാട്ട് കായൽ. ഇനി ജില്ലകൾ, ഏതൊക്കെ ജില്ലകളിലാണ് നമ്മുടെ വേമ്പനാട്ട് കായൽ വ്യാപിച്ച് കിടക്കുന്നത്? എറണാകുളം ജില്ല, കോട്ടയം, ആലപ്പുഴ, ഈ 3 ജില്ലകളിൽ, എറണാകുളം, ആലപ്പുഴ, കോട്ടയം, ഈ 3 ജില്ലകളിലും വേമ്പനാട്ട് കായൽ വ്യാപിച്ച് കിടക്കുന്നുണ്ട്. കുട്ടനാട്ടിൽ വേമ്പനാട്ട് കായൽ അറിയപ്പെടുന്നത് പുന്നമട കായൽ എന്നാണ്. കുട്ടനാട്ടിൽ വേമ്പനാട്ട് കായൽ അറിയപ്പെടുന്നത് പുന്നമട കായൽ എന്നാണ്. ഇതുപോലെ കൊച്ചിയിലാവുന്ന സമയത്ത് വേറെ കൊച്ചിക്കായൽ എന്നാണ് ഇതറിയപ്പെടുന്നത്. അപ്പം മൊത്തത്തിൽ ഇപ്പോൾ വേമ്പനാട്ട് കായലിനെ കുറിച്ച് പറയുന്ന സമയത്ത് 96 കിലോമീറ്ററാണ് അതിൻ്റെ മൊത്തം നീളം എന്ന് പറയുന്നത്. ഏതൊക്കെ ജില്ലകളിലാണ് അത് വ്യാപിച്ച് കിടക്കുന്നത്? എറണാകുളം, ആലപ്പുഴ, കോട്ടയം. കുട്ടനാട്ടിൽ വേമ്പനാട്ട് കായലിനെ അറിയപ്പെടുന്നത് പുന്നമട കായൽ എന്നാണ്. കൊച്ചിയിൽ ഇതറിയപ്പെടുന്നത് കൊച്ചിക്കായൽ എന്നാണ്. പിന്നെ കൊച്ചി തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഈ വേമ്പനാട്ട് കായലിലാണ്. അതുപോലെ കുറേയധികം ദ്വീപുകൾ ഈ കായലിൽ ഉൾപ്പെടുന്നുണ്ട്. വില്ലിംഗ്ടൺ ദ്വീപ്, വല്ലാർപാടം ദ്വീപ്, പിന്നെ കടമക്കുടി, അതുപോലെ പാതിരാമണൽ, കുമരകം, ഈ ദ്വീപുകളെല്ലാം തന്നെ വേമ്പനാട്ട് കായലിലാണ് സ്ഥിതി ചെയ്യുന്നത്. വേമ്പനാട്ട് കായലിൽ ചെന്ന് പതിക്കുന്ന നദികളുണ്ട്. പമ്പ, അച്ചൻ കോവിലാർ, മണിമലയാർ, മീനച്ചിലാർ, മൂവാറ്റുപുഴ. ഏതൊക്കെ നദികളാണ് വേമ്പനാട്ട് കായലിൽ പോയി പതിക്കുന്നത്? പമ്പ, അച്ചൻ കോവിലാർ, മണിമലയാർ, മീനച്ചിലാർ, മൂവാറ്റുപുഴ. ഇത്രയും നദികൾ വേമ്പനാട്ട് കായലിൽ പോയി പതിക്കുന്ന നദികളാണ്. കൊച്ചിക്കായൽ അറിയപ്പെടുന്ന കൊച്ചിയിലെ കായൽ, കൊച്ചിക്കായൽ വേമ്പനാട്ട് കായൽ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇത്രയാണ് നമ്മുടെ വേമ്പനാട്ട് കായലിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ വേമ്പനാട്ട് കായലിൻ്റെ മൊത്തം നീളം എന്ന് പറയുന്നത് 96 കിലോമീറ്ററാണ്. അതിൽ എറണാകുളം, കോട്ടയം, ആലപ്പുഴ ജില്ലയിലാണ് ഇത് വ്യാപിച്ച് കിടക്കുന്നത്. കുട്ടനാട്ടിൽ ഇതിനെ പുന്നമട കായൽ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. പിന്നെ വില്ലിംഗ്ടൺ ദ്വീപ്, വല്ലാർപാടം ദ്വീപ്, കടമക്കുടി, പാതിരാമണൽ, കുമരകം, ഈ ദ്വീപുകളെല്ലാം വേമ്പനാട്ട് കായലിലാണ് സ്ഥിതി ചെയ്യുന്നത്. വേമ്പനാട്ട് കായലിൽ പതിക്കുന്ന നദികൾ
പമ്പ, അച്ചൻ കോവിലാർ, മണിമലയാർ, മീനച്ചിലാർ, മൂവാറ്റുപുഴ തുടങ്ങിയ നദികളാണ്. അതുപോലെ തന്നെ കൊച്ചിക്കായൽ എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കായലുകളെക്കുറിച്ച് പറയുന്നത്. ഇനി കായലുകൾ നമ്മൾ എടുത്ത് പഠിക്കുന്ന സമയത്ത് അടുത്ത പാർട്ടിൽ അടുത്ത കായലിനെ കുറിച്ചിട്ട്, അഷ്ടമുടി കായലിനെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് പറയാം. താങ്ക് യു ഓൾ.